കഡേന വ്യോമത്താവളത്തിൽ നടന്ന സ്ഫോടനവും അംബ്രാസ് ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടതും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതകളെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും പലസ്തീനികൾക്ക് ശക്തമായ പിന്തുണ നൽകിയത് പശ്ചിമേഷ്യയിൽ വലിയ ഭയമുണ്ടാക്കി. ഇസ്രയേലും ഇറാനും പരസ്പരം മിസൈലുകൾ തൊടുത്തുവിട്ടെങ്കിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ്. എന്നാൽ അത്തരമൊരു പിന്തുണ നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടുമെന്ന തിരിച്ചറിവ് അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇറാനുമായി യുദ്ധമുണ്ടായാൽ അമേരിക്കയും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ജൂത രാഷ്ട്രമായ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും. ഈ വസ്തുതകൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ആണവശക്തിയാകുന്നതിന് മുമ്പ് അവരെ ആക്രമിക്കണമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഇതിനകം ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്ന് അമേരിക്ക കരുതുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാം എന്ന നയമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ അനുകൂലികളായ CIA-യിലും അമേരിക്കൻ സൈന്യത്തിലെയും ഒരു വിഭാഗം ഇതിനെതിരാണ്. ആഭ്യന്തര വിഷയങ്ങളിൽ വലയുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാട് ലോസ് ആഞ്ചലസ് തെരുവുകളിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്വന്തം ജനതയെ നേരിടാൻ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഭരണകൂടം. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർദ്ധിക്കുന്നത്. പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കണ്ട് ഇസ്രയേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തി ഏതാക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന ഉറച്ച നിലപാടിലാണ്. ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിച്ചു. ജാപ്പനീസ് ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സംഭരണ ഡിപ്പോയിൽ ഉണ്ടായ സ്ഫോടനമാണ് അതിൽ പ്രധാനം. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്ന് CIA-യും മൊസാദും സംശയിക്കുന്നുണ്ട്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്ത നീക്കം നടത്തിയാൽ ഈ വ്യോമതാവളം അവരുടെ സൈനിക നീക്കങ്ങൾക്ക് ഒരു പ്രധാന ഘടകമാണ്. കാരണം ഇറാനെതിരായ ഏതൊരു നീക്കവും ഉത്തര കൊറിയ, ചൈന, റഷ്യ തുടങ്ങിയ ഇറാൻ അനുകൂല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും. ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരെ റഷ്യ ഇതിനകം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളത്തിലാണ് ഈ സ്ഫോടനം നടന്നതെന്നത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ജൂൺ 9 പ്രാദേശിക സമയം രാവിലെ 11:20 കഡേന വ്യോമതാവളത്തിൽ സ്ഫോടനമുണ്ടായത്. ജാപ്പനീസ് സ്വയം പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്കാണ് പരിക്കേറ്റത്. പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട്. പസഫിക്കിന്റെ താക്കോൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കഡേന എയർബേസ് 2000 ഹെക്ടറിലധികം വിസ്തൃതിയുള്ളതും ഏകദേശം 20,000 പേരെ ഉൾക്കൊള്ളുന്നതുമാണ്. B-52 സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങിയ നൂതന അമേരിക്കൻ വിമാനങ്ങളുടെ വിന്യാസവും ഇവിടെ പതിവാണ്. ഉത്തര കൊറിയ, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിൽ ഈ താവളം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. റഷ്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ നാറ്റോയാണ് ആസൂത്രണം ചെയ്തതെന്ന പുതിയ വിവരം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. ആക്രമണം നടന്ന ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് ജാമ്യമെടുത്തത് പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞു തന്നെയാണ്. വ്യോമത്താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം റഷ്യൻ സൈന്യം ഉക്രൈനിയൻ വ്യാപക ആക്രമണം നടത്തിയെങ്കിലും അത് തിരിച്ചടിയല്ലെന്നും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുമാണ് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ നൽകിക്കഴിഞ്ഞു. റഷ്യ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിനൊരുങ്ങുമ്പോൾ ചൈനയും പുതിയ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് ചൈനയുടെ അജണ്ട.
സംഘർഷം മൂർച്ഛിച്ചാൽ ജപ്പാനും അവരുടെ ലക്ഷ്യമാകും. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തര കൊറിയയും അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ജപ്പാനും തായ്വാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷിയായതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കാണ്. അതായത് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യത. ഇതിനിടെ റഷ്യൻ സായുധ സേന 26 അമേരിക്കൻ അബ്രാസ് ടാങ്കുകൾ നശിപ്പിച്ചതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഓരോ ടാങ്കിനും കോടികൾ വിലമതിക്കുന്ന ഈ ടാങ്കുകളുടെ തകർച്ച നാറ്റോ ചേരിക്ക് വലിയ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈനിൽ ലഭിച്ച 31 ടാങ്കുകളിൽ 5 എണ്ണം മാത്രമേ നിലവിൽ യുക്രൈനിന്റെ കൈവശമുള്ളൂ. 2023 ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് അമേരിക്കയുടെ അഭിമാനമായ 31 M1 അബ്രാസ് ടാങ്ക് യുക്രൈനിന് കൈമാറാൻ തീരുമാനിച്ചിരുന്നത്. അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കായ അബ്രാംസ് 1980-ലാണ് നിർമ്മാണം ആരംഭിച്ചത്. 2020-ൽ നവീകരിച്ച അബ്രാംസ് M1A2 സ്റ്റെപ്പ് V3 ടാങ്കുകൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയതോടെ യുദ്ധത്തിലെ മുന്നണി പോരാളിയായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. ഈ മുന്നണി പോരാളിയെയാണ് റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ ഇപ്പോൾ തവിട് പൊടിയാക്കിയിരിക്കുന്നത്. ജപ്പാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. ഈ സംഭവ വികാസങ്ങളെല്ലാം ചേർന്ന് ലോകം ഒരു പുതിയ സംഘർഷഘട്ടത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യ, ഇറാൻ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയായി മാറുന്നത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും വലിയ പ്രഹരമായി മാറുമെന്നാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ. സമകാലിക ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണെന്ന് തോന്നിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ആരംഭം കുറിച്ച ഈ ഭീതി പശ്ചിമേഷ്യയിൽ ഇറാൻ, ഹൂതികൾ, ഹിസ്ബുള്ള എന്നിവരുടെ ശക്തമായ നിലപാടുകളോടെ വർദ്ധിച്ചു. ഇസ്രയേലും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ വരെ നടന്നുവെങ്കിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിന് നിർബന്ധമാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന ഭയം അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അതെ, അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികളാണെന്നതും ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ അത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുമെന്നതും അമേരിക്കയുടെ പിന്മാറ്റത്തിന് ഒരു കാരണമാണ്. നിലവിൽ ലോകത്തെ ഭൂരിപക്ഷം ഇസ്ലാം മതവിശ്വാസികളും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെയാണ് ഇസ്ലാം മതവിശ്വാസികളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ പോരാടുന്ന ശക്തിയായി കാണുന്നത്. ഗാസ, ലബനൻ, യമൻ, സിറിയ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളുടെ ആയുധക്കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ഭൂഗർഭ അറകളിലെ വൻ ആയുധശേഖരം പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവശക്തിയാകുന്നതിന് മുൻപ് അവരെ ആക്രമിക്കണമെന്നാണ് ഇസ്രയേലിന്റെ അജണ്ട. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ഇതിനകം തന്നെ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കയുടെ നിഗമനം. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാമെന്ന നയമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ അനുകൂലികളായ CIA-യും അമേരിക്കൻ സൈന്യത്തിലെ ഒരു വിഭാഗവും ഈ നിലപാടിന് എതിരാണ്. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നീട് അത്തരമൊരു സാഹസം ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നാണ് ഇവരുടെ വാദം. ആഭ്യന്തര വിഷയങ്ങളിൽപ്പെട്ട് വലയുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ തിരിച്ചുവിടാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാട് ലോസ് ആഞ്ചലസ് തെരുവുകളിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സ്വന്തം ജനതയെ നിയന്ത്രിക്കാൻ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഭരണകൂടം. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർദ്ധിക്കുന്നത്. ഇസ്രയേൽ ഈ സാഹചര്യം ഒരു നല്ല അവസരമായി കണ്ട് അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. എന്നാൽ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഇറാൻ ഏത് ആക്രമണത്തെയും നേരിടാൻ ഉറച്ച നിലപാടിലാണ്. ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളും ലോകം കണ്ടു. ജാപ്പനീസ് ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സംഭരണ ഡിപ്പോയിൽ ഉണ്ടായ സ്ഫോടനമാണ് അതിൽ പ്രധാനം. ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്ന് CIA-യും മൊസാദും സംശയിക്കുന്നുണ്ട്. റഷ്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ നാറ്റോയാണ് ആസൂത്രണം ചെയ്തതെന്ന പുതിയ വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ധൃതിപ്പെട്ട് പുടിനെ വിളിച്ചത് ശ്രദ്ധേയമാണ്. വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം
റഷ്യൻ സൈന്യം ഉക്രൈനിൽ വ്യാപക ആക്രമണം നടത്തി കനത്ത നാശം വിതച്ചെങ്കിലും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ ഇങ്ങനെ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിന് ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതാണ് ചൈനയുടെ അജണ്ട. സംഘർഷം മൂർച്ഛിച്ചാൽ ജപ്പാനും അവരുടെ ടാർഗറ്റാകും. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തര കൊറിയയും കിട്ടുന്ന അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ജപ്പാനും തായ്വാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷികളായതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കാണ്. അതായത് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യത. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാതെ ഇറാനെതിരെ ചെറിയ ഒരു ആക്രമണം നടത്താൻ പോലും ഇസ്രയേലിന് കഴിയില്ല. ഇറാനെ പോലുള്ള ഒരു സൈനിക ശക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കരുത്ത് നിലവിൽ ഇസ്രയേലിനുമില്ല.